സാധാരണക്കാരുടെ വിശപ്പടക്കാൻ ഇടതു സർക്കാർ വലിയ ആഘോഷത്തോടെ തുടക്കമിട്ട ജനകീയ ഹോട്ടലുകൾ ഇന്ന് കണ്ണീർ ചിത്രമായി മാറുകയാണ്. പാവപ്പെട്ടവന്റെ ആശ്രയമായിരുന്ന ഈ അടുക്കളകൾ ഒന്നൊന്നായി പുകയൊഴിയുന്ന കാഴ്ചയാണ് കേരളത്തിലുടനീളം കാണുന്നത്. വിശപ്പ് രഹിത കേരളം എന്ന മഹത്തായ ലക്ഷ്യത്തോടെ 2020 സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജനകീയ ഹോട്ടൽ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായിരുന്നു. കഴിഞ്ഞ 6 വർഷത്തിനിടെ സംസ്ഥാനത്തുടനീളം 543 ജനകീയ ഹോട്ടലുകളാണ് അടച്ചുപൂട്ടിയത്. സർക്കാർ വാഗ്ദാനം ചെയ്ത സബ്സിഡികൾ മുടങ്ങുകയും നടത്തിപ്പ് ചെലവ് താങ്ങാനാവാത്ത വിധം ഉയരുകയും ചെയ്തതോടെ ആയിരക്കണക്കിന് കുടുംബശ്രീ പ്രവർത്തകരാണ് കടക്കണിയിലായത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ജനങ്ങൾ പട്ടിണിയിലായപ്പോൾ 20 രൂപയ്ക്ക് വയറ് നിറയെ ഭക്ഷണം നൽകി വലിയ ആശ്വാസമായവയായിരുന്നു ഈ ഹോട്ടലുകൾ. കുടുംബശ്രീയുടെ കരുത്തിൽ 1198 ഹോട്ടലുകളാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ സർക്കാർ സഹായം നിലച്ചതോടെ ഇതിൽ പകുതിയോളം സ്ഥാപനങ്ങൾ ഇതിനകം അടച്ചുപൂട്ടി. ബാക്കിയുള്ളവയാകട്ടെ ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ്. ഹോട്ടലുകളുടെ കെട്ടിട വാടക, വൈദ്യുതി, വെള്ളം എന്നിവയുടെ ചെലവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കുമെന്നായിരുന്നു സർക്കാർ ഉറപ്പ് കൊടുത്തത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ തദ്ദേശ സ്ഥാപനങ്ങൾ കൈയൊഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വൈദ്യുതി ബിൽ കുടിശ്ശികയായതിനെ തുടർന്ന് KCB ഹോട്ടലിന്റെ ഫ്യൂസ് ഊരിയ സംഭവം വരെ ഉണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്ഥാപനം പൂട്ടാതിരിക്കാൻ സ്വന്തം കെട്ടുതാലി പണയം വെച്ച് വൈദ്യുതി ബില്ലടച്ച വനിതാ ജീവനക്കാരുടെ ദയനീയാവസ്ഥ പദ്ധതി നേരിടുന്ന അവഗണനയുടെ നേർസാക്ഷ്യമാണ്. ഒരു ഊണിന് സർക്കാർ നൽകിയിരുന്ന 10 രൂപ സബ്സിഡി കഴിഞ്ഞ വർഷം പൂർണ്ണമായും നിർത്തലാക്കി. ഇതോടെ 20 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഊണിന് ഇന്ന് 35 മുതൽ 50 രൂപ വരെ നൽകേണ്ട അവസ്ഥയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്നുള്ള പാചകവാതകക്ഷാമവും വിപണിയിലെ വിലക്കയറ്റവും പ്രതിസന്ധി ഇരട്ടിയാക്കി. തിരുവനന്തപുരത്തെ പ്രശസ്തമായ അനന്തപുരി ഹോട്ടലിൽ മുൻപ് പ്രതിദിനം 1150 ഊണുകൾ വിറ്റഴിച്ചിരുന്ന സ്ഥാനത്ത് ഇന്നെത്തുന്നവർ 350-ൽ താഴെയാണ്. സബ്സിഡി ഇല്ലാതായതോടെ വില കൂട്ടേണ്ടി വന്നതും അതോടെ സാധാരണക്കാർ ഹോട്ടലുകളെ കൈയൊഴിഞ്ഞതുമാണ് ഈ തകർച്ചയ്ക്ക് കാരണം. പദ്ധതി വിശ്വസിച്ച് ലോൺ എടുത്തും സ്വർണം പണയം വെച്ചും ഹോട്ടൽ തുടങ്ങിയ ആയിരക്കണക്കിന് കുടുംബശ്രീ പ്രവർത്തകർ ഇന്ന് ആത്മഹത്യയുടെ മുനമ്പിലാണ്. സബ്സിഡി തുകയായി ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ഹോട്ടലിനും സർക്കാർ നൽകാനുള്ളത്. ഈ തുക ലഭിക്കാതെ വന്നതോടെ പലരും വട്ടിപ്പലിശക്കാരും ബാങ്കുകാർക്ക് മുൻപിൽ പകച്ചു നിൽക്കുകയാണ്. സർക്കാരിന്റെ നയപരമായ പിഴവുകളും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം ഒരു നല്ല പദ്ധതി എങ്ങനെ തകർന്നടിയുന്നു എന്നതിന്റെ ഉദാഹരണമായി ജനകീയ ഹോട്ടലുകൾ മാറുകയാണ്. അടിയന്തരമായി സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ കേരളത്തിന്റെ തെരുവുകളിൽ വിശപ്പടക്കിയിരുന്ന ഈ അടുക്കളകൾ എന്നേക്കുമായി ഓർമ്മയാകും.